ഇന്ത്യൻ റെയിൽവേയുടെ IRCTC റെയിൽ കണക്ട് ആപ്പ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പലരും ദേഷ്യപ്പെടും. കാരണം ഇതുപോലെ വൃത്തികെട്ട ഒരു ആപ്പ്, ഇതുപോലെ ഹാങ് ആവുന്ന ഒരു ആപ്പ്, ഇവർക്ക് വേറെ ആപ്പൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര പരാതിയാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇപ്പോൾ റെയിൽവേ ഒരു ഓൾ ഇൻ വൺ ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഈ ആപ്പ് കണ്ടിട്ട് എല്ലാത്തിൻ്റെ ഒരു സങ്കരയനം ഉള്ള ഒരു ആപ്പാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ആപ്പിൻ്റെ പേരാണ് റെയിൽ വൺ. നേരത്തെ ഇത് ഒരു ജൂലൈ 1 മുമ്പ് വരെ, ജൂൺ 30 വരെ ഈ ആപ്പിൻ്റെ പേര് സ്വറയിലായിരുന്നു. ഇപ്പോൾ സ്വറയിൽ മാറ്റിയിട്ട് ഇപ്പം റെയിൽ വൺ എന്നാക്കി. നല്ല അടിപൊളി മോഡേൺ ടൈപ്പ് ഡിസൈനൊക്കെയാണ് ഈ ഒരു റെയിൽ വൺ ആപ്പിന് ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെയിൽ വൺ ആപ്പിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റെയിൽ വൺ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ മൊബൈൽ നോക്കിയായിരിക്കും പറയുന്നത്, നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിങ്ങൾ ഇപ്പോൾ സൈഡിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ റെയിൽ വൺ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ഇപ്പം ഇതിനകത്ത് യൂസറൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യമായിട്ട് തുറക്കുകയാണെങ്കിൽ യൂസർ ലോഗിൻ ചെയ്യാൻ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ IRCTC റെയിൽ കണക്റ്റിൻ്റെ ID ഉണ്ടെങ്കിൽ അത് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ വേറെ യൂസർ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് വെച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങളിപ്പം അതിനകത്ത് ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ബയോമെട്രിക് ഓതൻറ്റിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ വിജയിച്ചിരിക്കുന്നു. റേഷൻ കടയിൽ പോകുമ്പോൾ കേട്ടുള്ള ശബ്ദമാണത്. അപ്പോൾ ഈ ആപ്പ് തുറക്കുമ്പോൾ നല്ലൊരു ഇൻ്റർഫേസാണ് കാണുന്നത്. റെയിൽ വൺ എന്ന ആപ്പാണ് ഇത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഹായ് അഭിജിത്ത് ഭക്തൻ ജേർണി പ്ലാനർ എന്നൊരു സെക്ഷനുണ്ട്, ജേർണി പ്ലാനർ. അപ്പോൾ ഇവിടെ റിസർവ്ഡ് അൺറിസർവ്ഡ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ആപ്പ് ശരിക്കും തുറന്ന് നോക്കിയില്ല, അതിന് തുറന്ന് നോക്കുന്നത്. അപ്പോൾ റിസർവ്ഡ് നമ്മൾ ഞെക്കിയാൽ എന്താ വരുന്നത് ചോദിച്ചാൽ, ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ട്രെയിൻ നോക്കുന്ന പരിപാടി എന്തോ. അപ്പോൾ എറണാകുളം ടു ലോക്മാന്യതിലെ കൊണ്ട് 4 ജൂലൈ സെർച്ച് ചെയ്യുകയാണ്. എന്താണെന്ന് നോക്കാം. ഇതെന്ന സംഭവം എന്ന് അറിയാം. നമ്മൾ സാധാരണ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യത്തില്ലേ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് നോക്കുന്ന ഒരു ഇൻ്റർഫേസാണ് ഈ റിസർവ്ഡ് എന്ന് പറഞ്ഞ സെക്ഷൻ കേട്ടോ. ജേർണി പ്ലാൻ എന്ന് പറഞ്ഞ സെക്ഷനാണ് റിസർവ്ഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ERS പൂനെ സൂപ്പർ ഫാസ്റ്റിന് നമ്മൾ ടിക്കറ്റ് നോക്കുക. സ്ലീപ്പർ ഇതെങ്ങനെയുണ്ട് പരിപാടി. ഇത് നമ്മൾ സാധാരണ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടിക്കറ്റ് അവൈലബിലിറ്റി നോക്കത്തില്ല, അതേപോലെയാണ് സംഭവം കേട്ടോ. RAC 33, രാജധാനിക്ക് 3rd AC സ്ലോ ആണല്ലോ, റിഗ്രറ്റൊക്കെ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് നോക്കട്ടെ കേട്ടോ. ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് നോക്കുകയാണ്. ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം എറണാകുളം, യെസ് പ്രൊസീഡ്. ഇത് നമ്മൾ സാധാരണ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ, വേറൊരു വ്യത്യാസവും ഇല്ല. ട്രെയിൻ ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ. അപ്പോൾ റിസർവ്ഡ് ടിക്കറ്റിൻ്റെ ആ സെക്ഷനാണ്. അൺറിസർവ്ഡ് എന്തോ നോക്കട്ടെ. ലൊക്കേഷനൊക്കെ മുളകം പറയുന്നു. അപ്പോൾ ഭയങ്കര സ്ലോ ആട്ടോ, എന്തോ അറിയത്തില്ല. നെറ്റൊക്കെ ഉണ്ട്. ഈ അൺറിസർവ്ഡ് ടിക്കറ്റ് എനിക്ക് തോന്നുന്നു UTS തന്നെ സംഭവം തോന്നുന്നു കേട്ടോ. അൺറിസർവ്ഡ് സംഭവം, അൺറിസർവ്ഡ് ഈ ടിക്കറ്റ് എറണാകുളം ടു തൃശ്ശൂർ പ്രൊസീഡ് ടു ബുക്ക്. ഇത് തന്നെ നമ്മൾ UTSൽ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ, അതേ സംഭവം കേട്ടോ. അതാണ് അൺറിസർവ്ഡ് ജേർണി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് UTSൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ ഈ ആപ്പിനകത്ത് ടിക്കറ്റ് എടുക്കാം. UTSൻ്റെ ആവശ്യമില്ല. പ്ലാറ്റ്ഫോം എന്താ നോക്കട്ടെ. ERS, അത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ UTS ആപ്പിൻ്റെയും IRCTC റെയിൽ കണക്ട് ആപ്പിൻ്റെയും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ജേർണി പ്ലാൻ എന്ന് പറഞ്ഞ ഈ ഒരു ടാബിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതായത് IRCTC റെയിൽ കണക്ട് ആപ്പിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെയാണ് ഈ റിസർവ്ഡ് സെക്ഷനിൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ UTS ആപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഈ അൺറിസർവ്ഡിലും പ്ലാറ്റ്ഫോമിലും കൊടുത്തിരിക്കുന്നത്. അൺറിസർവ്ഡ് എടുത്താൽ നിങ്ങൾക്ക് ജനറൽ ടിക്കറ്റ് ഇതിനകത്തോട്ട് എടുക്കാം. പ്ലാറ്റ്ഫോം എടുത്താൽ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാം. പിന്നെ അതിൻ്റെ താഴെ മോർ ഓഫറിങ്സ് എന്നുണ്ട്. ഈ സെർച്ച് ട്രെയിൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ ട്രെയിൻസ് സെർച്ച് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. 12625 നോക്കാം. കേരള എക്സ്പ്രസ് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ വരും, വേറെ ഒന്നുമില്ല. അതിൻ്റെ ഷെഡ്യൂൾ വരും. പിന്നെ സ്റ്റേഷൻ ടു സ്റ്റേഷൻ നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റും. എറണാകുളം ടു തൃശ്ശൂർ. ഇതിന് സംഭവം എങ്ങനെ അറിയാമോ, ഈ സ്റ്റേഷൻ ടു സ്റ്റേഷൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ അമൃത എക്സ്പ്രസ് എന്ന് പറഞ്ഞ മുകളിൽ വന്നു. അതിനകത്ത് ബുക്ക് ടിക്കറ്റ് കൊടുത്താൽ ഇതിനകത്തൂടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് ബുക്കിംഗ് ടാബിലോട്ട് ഇതിനകത്ത് നിന്ന് പോകും ബുക്ക് ടിക്കറ്റ് കൊടുത്താൽ. ഇതാണ് സംഭവം കണ്ടോ. ഇതെല്ലാം തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് ഈ സെർച്ച് ട്രെയിൻസ് എടുത്തിട്ട് നമുക്ക് എറണാകുളം ടു തൃശ്ശൂർ പോകണമെങ്കിൽ സെർച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടാബിൽ കൂടെ തന്നെ നമുക്ക് ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ടിക്കറ്റ് കൊടുത്താൽ ഇതിൻ്റെ റീഡയറക്റ്റ് ആയിട്ട് മറ്റേ ബുക്കിംഗ് ടാബിലേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഈ ട്രെയിൻസ് കൊണ്ടാണ് എന്താ അടുത്ത 8 മണിക്കൂറിൽ വരെയുള്ള ട്രെയിനുകളുടെ ഇത് കാണിക്കും കേട്ടോ. അപ്പോൾ അടുത്ത 2 മണിക്കൂറിൽ വരുന്ന ട്രെയിൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ലൈവ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും കേട്ടോ. അടുത്തത് തിരുനെൽവേലി ജാംനഗറാണ് ഇനി എറണാകുളത്തിന് തൃശ്ശൂർ വരെ പോകുന്നത്. അപ്പോൾ എറണാകുളം എത്തിയ വണ്ടി, ഇപ്പോൾ എത്തുന്ന വണ്ടി
അപ്പോൾ അത് എത്ര മണിക്കൂർ ലേറ്റാണ്, എത്ര മിനിറ്റ് ലേറ്റാണ്, അതിൻ്റെ അടുത്ത സ്റ്റോപ്പ് അവിടെ നിന്നൊക്കെ കാണിക്കും, ലൈവ് സ്റ്റാറ്റസ് കാണിക്കും. അതാണ് ട്രെയിൻ സോൺ ഉണ്ട്. പിന്നെ PNR സ്റ്റാറ്റസ്, നമുക്ക് ഇവിടെ PNR നമ്പർ അടിച്ചു കൊടുത്താൽ PNR സ്റ്റാറ്റസ് കാണിക്കും. കോച്ച് പൊസിഷൻ കേട്ടോ, ഇതിലും വണ്ടിയുടെ കോച്ച് പൊസിഷൻ നോക്കാം. 12677 എറണാകുളം ഇൻ്റർസിറ്റിയുടെ. അപ്പോൾ ഇന്നത്തെ കോച്ച് പൊസിഷൻ കാണിക്കുമെന്ന്, ഇന്നത്തെ കോച്ച് പൊസിഷൻ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. SLRT ജനറൽ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിലൊക്കെ വന്ദേഭാരതിന് പടർന്ന് കൊടുത്തേക്കല്ലേ. അപ്പോൾ അതാണ് കോച്ച് പൊസിഷൻ. പിന്നെ ട്രാക്ക് യുവർ ട്രെയിൻ, ഇതെനിക്കൊന്ന് ട്രെയിൻ ട്രാക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. 12678 ട്രെയിൻ ട്രാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കറണ്ട് മൂവ്മെൻറ്റ് കൊടുത്താൽ ഇതിപ്പോൾ വണ്ടി ഡിപ്പാർട്ടർ ഫ്രം വാളയാർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മൾ VRSMY ട്രെയിൻ ആപ്പ് നോക്കുന്ന പോലെ തന്നെ ലൈവ് സ്റ്റാറ്റസ് കാണിക്കും. പിന്നെ ഇതിനകത്ത് തന്നെ കോച്ച് പൊസിഷൻ കാണിക്കും. അതായത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഏത് ടാബ് എടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇൻ്റർകണക്റ്റഡ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതോ ഒരെണ്ണം എടുത്താൽ തന്നെ നമുക്ക് എല്ലാത്തിനും അറിയാൻ പറ്റും ഓരോന്നോ കാര്യങ്ങൾ. പിന്നെ ഓർഡർ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ IRCTC ഫുഡ് ഓൺ ട്രാക്കിൽ കൂടെ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ സെയിം. പിന്നെ ഫയൽ റീഫണ്ട് എന്ന ടാബുണ്ട്, അതിനകത്ത് എടുത്താൽ നമുക്കിനി റീഫണ്ട് വന്നതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പിന്നെ റെയിൽ മദത് ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ റെയിൽ മദത് ആപ്പ് വേറെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആപ്പ് ഭയങ്കര സ്ലോ ആണ് കേട്ടോ. റെയിൽ മദത് ഇതിനകത്ത് തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഈ റെയിൽ മദത് ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. ട്രാവൽ ഫീഡ്ബാക്ക് ഇത്രയാണ് റെയിൽ വൺ ആപ്പിലുള്ളത്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ട്രിവിയ കൊടുത്തിട്ടുണ്ട്, ഡു യു നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ മൈ ബുക്കിങ്സിൽ എൻ്റെ ബുക്കിങ്സ് കാണിക്കും, ഈ ID വെച്ച് ബുക്ക് ചെയ്തത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ എടുത്താൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണിക്കും. മെനു എടുത്താൽ മൈ ട്രാൻസാക്ഷൻസ് FAQ അങ്ങനെ കാണിക്കും. ഇത്രേ ഉള്ളൂ ഈ ആപ്പ്, റെയിൽ വൺ ആപ്പ്. അപ്പോൾ ഇതിനകത്തൊക്കെ ലാംഗ്വേജ് ഒക്കെ മോളിൽ സെലക്ട് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് റെയിൽ വൺ ആപ്പ്. റെയിൽ വൺ ആപ്പ് എന്ന് വെച്ചാൽ UTS ആപ്പിൻ്റെയും IRCTC റെയിൽ കണക്ട് ആപ്പ്, IRCTC ഫുഡ് ഓൺ ട്രാക്ക്, റെയിൽ മദത് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കമ്പൈൻ ചെയ്തൊരു ആപ്പാണ് ഈ റെയിൽ വൺ എന്ന് പറയുന്നത്. റെയിൽ വൺ എല്ലാം കൂടെ ഒറ്റൊരാപ്പിൽ. അതാണ് സംഭവം. നല്ല ഇൻ്റർഫേസ് ആണ്, പക്ഷേ ആപ്പ് കുറച്ച് സ്ലോ ആണ്. അത് ഇനി എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല, എൻ്റെ ആൻഡ്രോയിഡ് ഫോണാണ്, അറിയത്തില്ല എന്തുവാണ്. ആപ്പ് അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു, വലിയ പ്രശ്നമൊന്നുമില്ല. മറ്റേ IRCTC റെയിൽ കണക്ട് ആപ്പിനെക്കാട്ടും വളരെ വളരെ മികച്ച ആപ്പാണ്. അപ്പോൾ ഇതാണ് റെയിൽ വൺ ആപ്പ്. ഇത് നേരത്തെ സ്വറെയിൽ ആപ്പ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഇത്ര നാൾ ഈ ആപ്പിനെ പറ്റി പറയാറുന്ന കാരണം എനിക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം iOS ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ iOS വന്നിട്ടുണ്ട്. iOS ഇല്ലായിരുന്നു. ആൻഡ്രോയിഡിലാണെങ്കിൽ ഇതിൻ്റെ ഏർലി ആക്സസ് പ്രോഗ്രാം കഴിഞ്ഞെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ ജൂലൈ 1 നോക്കിയപ്പോൾ iOS ആപ്പ് സ്റ്റോറിൽ വന്നിട്ടുണ്ട് റെയിൽ വൺ എന്ന് പറഞ്ഞു. ജൂൺ 30 വരെ ഈ സാധനം iOS ഇല്ലായിരുന്നു. ഇപ്പോൾ ജൂലൈ 1 ആയപ്പോൾ റെയിൽ വൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻഡ്രോയിഡ് ലിങ്കും ആപ്പ് സ്റ്റോർ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. IRCTC റെയിൽ കണക്ട് ആപ്പിനെക്കാട്ടും നല്ല ആപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ത്യൻ റെയിൽവേ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആപ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ കന്യാകുമാരി പൂനെ ജയന്തി ജനത എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ്. കന്യാകുമാരിയിൽ നിന്നും കന്യാകുമാരി പോകുന്നില്ല, ഞാൻ നാഗർകോവിൽ നടക്കാറുണ്ട്. കാരണം എനിക്ക് ഇവിടെ നിന്ന് രാത്രി ഗുരുവായൂർ ചെന്നൈ എഗ്മോറിന് കയറിയാൽ എനിക്ക് നാഗർകോവിൽ എത്തിയാൽ അവിടെ നിന്ന് കന്യാകുമാരി പോകാനുള്ള ടൈം കിട്ടത്തില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് അന്ന് കഴിഞ്ഞ ദിവസം വണ്ടി മിസ്സായ പോലെ മിസ്സായി പോയിട്ട് വരും. അപ്പോൾ ഞാൻ നാഗർകോവിലാണ് കയറുന്നത്. അപ്പോൾ നാഗർകോവിലിന് പൂനെ വരെയുള്ള യാത്രയാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അടുത്ത ദിവസം 2 വീഡിയോ കാണും. അപ്പോൾ ഈ ഒരു റെയിൽ വൺ ആപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം.